അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ, സംശയം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയത്താകുമോ ലൈലത്തുൽ ഖദ്ർ, എല്ലാ വർഷവും ഒരേ ദിവസം തന്നെയാകുമോ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദ്റിൻ്റെ ദിവസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവസാനത്തെ 10 പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഒന്നുകൂടി പ്രവാചകൻ ലഘൂകരിച്ച് അവസാനത്തെ 10 ഒറ്റയായി ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദ്റിൽ പറയുന്ന ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഖുർആൻ അവതീർണമായി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറു മിനൽ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു ദിനമാണ് ലൈലത്തുൽ ഖദ്ർ, ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന്. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫു ഫിൽ അശ്റിൽ അവാഖിർ, യഅ്തഖിഫു ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. റസൂൽ പറഞ്ഞു, ഇൽതമിസുഹ, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക, ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ഒറ്റയായ ദിവസങ്ങളിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവസാനത്തെ 10 എന്നാണോ, ആ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ഒറ്റയായ ദിവസങ്ങളിൽ. അപ്പോൾ നാം പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ സമയമനുസരിച്ച്, ദിവസമനുസരിച്ച് അവസാനത്തെ 10 ഒറ്റയായ ദിവസങ്ങളിലാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ലൈലത്തുൽ ഖദ്ർ ഒരുമിച്ചാകുമോ, അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരേ ദിവസം തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കലാണ് അറിവുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന ദിവസമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സമയവും നമ്മുടെ കാലവും അല്ല പടച്ചവൻ്റെ സമയവും പടച്ചവൻ്റെ കാലവും എന്ന് പറയുന്നത്. അത് നമ്മുടേതായി ബുദ്ധിയും യുക്തിയും വെച്ച് അളക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ട് പടച്ചവൻ്റെ പക്കലുള്ള സമയം അതെങ്ങനെയാണ് അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്, അതിന് ദൈർഘ്യം എന്താണ്, അതൊക്കെ പടച്ചവന് മാത്രം അറിയുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. റമളാൻ്റെ അവസാനത്തെ 10 ഒറ്റയായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിന് വേണ്ടി കരുതാൻ പറഞ്ഞു. ഇത് നമ്മൾ നിർവഹിക്കുക. ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അല്ലാഹു അഅലം, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.